വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ദ്വിതീയ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമാണ്. പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ. പരീക്ഷത്ത് കുറച്ച് ചോദ്യങ്ങൾ ശ്രീശുകരോട് ചോദിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. നാരദ മഹർഷി ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ആ വിജ്ഞാനം പിന്നെ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ അധ്യായം നിർത്തുമ്പോൾ ത്വമേതത് വിപുലീകുരു എന്നാണ്. നിങ്ങൾ അങ്ങ് നാരദരെ അത് വേണ്ടതുപോലെ വിസ്തരിച്ച് ഭക്തിയുള്ളവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക, ഭക്തി ഉണ്ടാവാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കുക. അത് പിന്നെ നാരദർ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തു? അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, ഭഗവാനെ സ്മരിച്ചും കൊണ്ട് ദേഹം വെടിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഉപായം എന്താ വെച്ചാൽ അതെനിക്ക് പറഞ്ഞു തരൂ. ദേഹവും ആത്മാവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? പിന്നെ മനുഷ്യരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വേദങ്ങളും പുരാണാദികളും അതിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണ്? അങ്ങ് എല്ലാം അറിയുന്നവനാണ്, അതെനിക്ക് അങ്ങ് വേണ്ടതുപോലെ പറഞ്ഞു തരില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക് 8ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 8മോऽധ്യായഃ. രാജോവാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ അഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശനഃ. രാജോവാച. പരീക്ഷത്ത് ചോദിക്കുകയാണ്, ശ്രീശുകരോടാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ അഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. പ്രാഹ പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഗുണാഖ്യാനേ അഗുണസ്യ ച. അഗുണസ്യ ച ഗുണാഖ്യാനേ. അഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൻ എന്നല്ലർത്ഥം. ആ അർത്ഥത്തിലല്ല ഇവിടെ. അഗുണനായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിർഗുണനായ ഭഗവാൻ. നിർഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തവൻ എന്നല്ല, ഗുണങ്ങൾക്കും അപ്പുറത്തുള്ളവൻ. സത്വ രജ തമോ ഗുണങ്ങൾക്കും അപ്പുറത്തുള്ളവൻ, അതിനെ അതിക്രമിച്ചവൻ നിർഗുണ പരബ്രഹ്മം ആണ്. ആ പരബ്രഹ്മത്തെ അല്ല ആ ഭഗവാനെ അഗുണസ്യ ച ഗുണാഖ്യാനേ. ഗുണാതീതനായ ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ബ്രഹ്മാവിനാൽ പ്രേരിതനായിട്ട് ആ നാരദ മഹർഷി ആരോടെല്ലാം ഏതേത് വിധത്തിൽ പറഞ്ഞു. ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുമെന്നാണ് നാരദ മഹർഷിയോട് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടത്. ഭഗവാന്റെ മഹിമ വിസ്തരിച്ച് ഉപദേശിക്കൂ, ഭാഗവത് ഉപദേശിക്കൂ എന്നാണ്. അങ്ങനെ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. എന്നിട്ട് അതനുസരിച്ച് നാരദ മഹർഷി ആർക്കൊക്കെയാണ് അത് ഉപദേശിച്ചു കൊടുത്തത്? ബ്രഹ്മൻ ദേവദർശന നാരദ. അല്ലയോ മഹർഷേ, ദേവദർശനായ ഭഗവാനെപ്പോലെ തന്നെ എല്ലാവരെയും ദർശനമേകി അനുഗ്രഹിക്കുന്ന ആ നാരദർ അഗുണസ്യ ച ഗുണാഖ്യാനേ, നിർഗുണനായ ആ ഭഗവാന്റെ മഹിമകൾ വേണ്ടതുപോലെ വിസ്തരിക്കൂ എന്ന് ബ്രഹ്മണാ ചോദിത, ബ്രഹ്മാവിനാൽ പ്രേരിതനായിട്ട് ബ്രഹ്മാവാണത് പറഞ്ഞത്. എന്നിട്ട് യസ്മൈ യസ്മൈ യഥാപ്രാഹ, ഏതേതു പേർക്ക് ഏതേത് പ്രകാരം പറഞ്ഞു കൊടുത്തു? ആർക്കൊക്കെയാണ് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത് എന്നാണ് ചോദ്യം. വ്യക്തമല്ലേ? അപ്പോൾ ശ്ലോകം കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ പാകത്തിന് പഠിക്കുക. ഏതദ്വേദിതുമിച്ഛാമി തത്വം വേദവിദാം വര ഹരേരദ്ഭുതവീര്യസ്യ കഥാ ലോകസുമംഗളാഃ. ഏതത് വേദിതുമിച്ഛാമി ആണ്. ഏതത് അത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഏതത് ഈ പറഞ്ഞ എന്നർത്ഥം. ഈ പറഞ്ഞത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. വേദിതും ഇച്ഛാമി അറിയാൻ ആഗ്രഹിക്കുന്നു. തത്വം തത്വവിദാം വര. തത്വവിദാം വര തത്വജ്ഞാനികളിൽ ഉത്തമനായവൻ. അതാണ് തത്വജ്ഞാനികൾ ഉത്തമ. ഈ തത്വത്തെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ അതിശയകരമായ വീര്യത്തോടു കൂടിയ ആ ഭഗവാന്റെ കഥകൾ ലോകത്തിൽ മംഗളം വർദ്ധിപ്പിക്കുന്നതാണല്ലോ. അതാണ് കഥാഹ ലോകസുമംഗളാഹ. ലോകസുമംഗളാഹ കഥാഹ. ആ ഭഗവാന്റെ ചരിതങ്ങൾ, കഥകൾ എങ്ങനെയുള്ളതാണ്? ലോകത്തിന് പരമമംഗളത്തെ ഉണ്ടാക്കുന്നതാണ്. ഹരേഹേ
ആ ഹരിയുടെ, ഇങ്ങനെയുള്ള ഹരിയുടെ അദ്ഭുതവീര്യസ്യ, അദ്ഭുത പരാക്രമങ്ങളുള്ള ആ ഹരിയുടെ ചരിതങ്ങൾ ലോകത്തിന് മംഗളത്തെ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥ വേദിതും ഇച്ഛാമി, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീശുകരെ വിളിച്ച ആ ഒരു സംബോധനയാണെന്ത്? വേദവിദാംബര, വേദജ്ഞന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ എന്നാണ്. അതും വിസ്തരിക്കേണ്ട കാര്യമില്ല, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എളുപ്പമുള്ള ശ്ലോകമാണ്. തത്വത്തെ അറിയുന്നവരിൽ ശ്രേഷ്ഠനായ അല്ലയോ ശ്രീശുക ബ്രഹ്മഋഷേ, എനിക്ക് ഇത് വിസ്തരിച്ച് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ഭഗവാന്റെ അത്ഭുതകരമായ വീര്യത്തോടു കൂടിയ കഥകൾ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് അതെനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. കഥയസ്വ മഹാഭാഗ യഥാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷ്യേ കളേബരം. ഹേ മഹാഭാഗ, മഹാഭാഗ കഥയസ്വ, പറഞ്ഞാലും ആണ്. കഥയസ്വ, പറഞ്ഞു തന്നാലും. എന്ത് പറഞ്ഞു തന്നാലും അതാണ്. അതാണ് എന്ത് പറഞ്ഞു തന്നാലും ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ആ കഥകൾ അങ്ങ് പറഞ്ഞു തന്നാലും. മഹാഭാഗ അഖിലാത്മനി കൃഷ്ണേ, അഖിലാത്മനി സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ മനസ്സുറപ്പിച്ച് തൻ്റെ ദേഹം ത്യജിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എനിക്ക് അങ്ങ് ആ ഭഗവത് കഥകൾ പറഞ്ഞു തരൂ എന്നാണ്. കൃഷ്ണേ നിവേശ നിസ്സംഗം മനസ്ത്യക്ഷിയേ കളേബരം. കളേബരം ശരീരം, ത്യക്ഷിയെ എന്ന് പറഞ്ഞാൽ വെടിയ, നിവേശ്യ എന്ന് പറഞ്ഞാൽ അർപ്പിച്ച് എന്നർത്ഥം. അഹം നിസ്സംഗം മനഃ നിവേശ്യ കളേബരം ത്യക്ഷിയേ എന്നാണ്. ഞാൻ നിസ്സംഗം അനാസക്തമായി, മനഃ അനാസക്തമായ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ച് ശരീരത്തെ ത്യജിക്കണം. ആ പ്രകാരത്തിൽ അങ്ങ് എനിക്ക് ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരുമെന്നാണ് എൻ്റെ ആഗ്രഹത്താണ്. മനസ്സ് ഭഗവാനിൽ വെച്ചും കൊണ്ട് അങ്ങോട്ട് ഈ ശരീരം ത്യജിക്കുക, എന്നാൽ പിന്നെ ജനിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആ ഭാഗത്തിന് എനിക്ക് അങ്ങ് കഥ പറഞ്ഞു തരൂ. എങ്ങനെ ആയാലാണോ ആത്മസ്വരൂപേണ എല്ലാവരിലും വിളങ്ങുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സിനെ ഉറപ്പിച്ച് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുക, ആ രീതിയിൽ എനിക്ക് അങ്ങ് കഥ പറഞ്ഞു തരൂ. വ്യക്തമാണ്. ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന നാതിദീർഘേണ ഭഗവാൻ വിശതേ ഹൃദി. ശൃണ്വതഃ ശ്രദ്ധയാ നിത്യം, ശൃണ്വതഃ ശ്രദ്ധയാ നിത്യം. ശൃണ്വതഃ പറഞ്ഞാൽ കേൾക്കുന്നവൻ്റെ, ശ്രദ്ധയാ നിത്യം ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയോടുകൂടി നിത്യം കേൾക്കുന്നവൻ്റെയും. ഗൃണതഃ, ഗൃണതഃ എന്നുള്ള പദം അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക, കീർത്തിക്കുക എന്നാണ്. ഗൃണതഃ കീർത്തിക്കുന്നവൻ്റെയും. ശൃണ്വതഃ ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം. സ്വചേഷ്ടിതം സ്വചരിതത്തെ ഭഗവാൻ സ്വചേഷ്ടിതം ശ്രദ്ധയാ നിത്യം ശൃണ്വതഃ ഗൃണതഃ ച. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വചരിതത്തെ ശ്രദ്ധയോടുകൂടി നിത്യേന കേൾക്കുന്നവൻ്റെയും കീർത്തിക്കുന്നവൻ്റെയും ഹൃദി, ഹൃദയത്തിൽ, നാതിദീർഘേണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വലിയ സമയം എടുക്കാതെ തന്നെ, കാലേന നാതിദീർഘേണ കാലേന അധികം ദീർഘിച്ചു പോകാത്ത കാലം കൊണ്ട് വിശതെ പ്രവേശിക്കുന്നർത്ഥം. തൻ്റെ ചേഷ്ടിതങ്ങളെ, തൻ്റെ ലീലകളെ എപ്പോഴും കേൾക്കുന്നവൻ്റെ, ഉച്ചരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രവേശിക്കും. അത് ഭഗവാന്റെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ മനസ്സിൽ പ്രവേശിക്കണമെങ്കിൽ, മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കണമെങ്കിലുള്ള വഴി പറയുകയാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കൂ, പറയൂ. അതും എപ്പം നിത്യം, എപ്പോഴും എന്നർത്ഥം. ഭഗവത് കഥകളെ ദിവസേന കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ആ ഭഗവാൻ അധികം താമസിയാതെ ഹൃദയത്തിൽ പ്രവേശിക്കും. പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണഃ സലിലസ്യ യഥാ ശരത്. പ്രവിഷ്ട കർണരന്ധ്രേണ
സ്വാനാം ഭാവസരോരുഹം. ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. സലിലസ്യ യഥാ ശരത്ത് എന്താ പറയണത്? ഈ മഴക്കാലം ചെളിയെ കഴുകി കളയുന്നത് പോലെ ശരത്കാലം അങ്ങോട്ട് വന്നാൽ പിന്നെ കലക്ക് പോയി. ഇതുപോലെയാണ് ഈശ്വര കഥകൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കലക്കം അങ്ങോട്ട് പോയി, അഴുക്കൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ശരത്കാലം വന്നതുപോലെ ഈശ്വര കഥകൾ അങ്ങനെയാണ്. സ്വന്തം ഭക്തന്മാരുടെ കർണങ്ങളിൽ കൂടി ഹൃദയകമലത്തിൽ പ്രവേശിച്ച് അവരുടെ പാപങ്ങളെ മുഴുവൻ ഇല്ലേണ്ടിയാക്കുന്നു ഭഗവാന്റെ കഥകൾ. പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. കൃഷ്ണ ആ ഭഗവാൻ സ്വാനാം ഭാവസരോരുഹം സ്വഭക്തന്മാരുടെ ആ ഭാവാത്മകമായ ഹൃദയകമലത്തിലേക്ക്, ഹൃദയമാകുന്ന താമരയിലേക്ക് കർണരന്ധ്രേണ പ്രവിഷ്ട കർണദ്വാരത്തിലൂടെ പ്രവേശിച്ച്, ചെവിയിലൂടെ ഭഗവാന്റെ കഥകൾ അങ്ങനെ പ്രവേശിച്ച് എവിടെത്തുന്നു? ഹൃദയത്തിലെത്തുന്നു. എന്നിട്ടോ ഹൃദയത്തിലുള്ള മനസ്സിലുള്ള ആ പാപച്ചളിയെ അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കുക. ഇതുപോലെ ശരത് സലിലസ്യ യഥാധുനോതി. ശരത്കാലം ആ വെള്ളത്തിലുള്ള ചളിയെ ഇല്ലാണ്ടിയാക്കുന്നത് പോലെ ഈ ഭഗവാന്റെ കഥകൾ ചെവിയിലൂടെ ഹൃദയത്തിലെത്തി ഹൃദയത്തിലുള്ള അഴുക്കൊക്കെ ഇല്ലാണ്ടിയാക്കുന്നു. പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. ധൗതാത്മാ പുരുഷകൃഷ്ണപാദമൂലം ന മുഞ്ചതി മുക്തസർവപരിക്ലേശ പാന്ഥ സ്വശരണം യഥാ. ധൗതാത്മാ അർത്ഥം ധൗതാത്മാ പുരുഷകൃഷ്ണപാദമൂലം ന മുഞ്ചതി. ധൗതാത്മാ ശുദ്ധമായ ചളിയകന്ന് തെളിഞ്ഞ ഹൃദയത്തോടു കൂടിയവനും മുക്തസർവ പരിക്ലേശ മോചിക്കപ്പെട്ട സകല ക്ലേശങ്ങളോടുകൂടിയവനുമായ പുരുഷ മനുഷ്യൻ പാന്ഥ സ്വശരണം യഥാ. പാന്ധൻ സഞ്ചാരം കൊണ്ട് ക്ലേശിച്ച് വരുന്ന വഴിപോക്കൻ. പാന്ധൻ എന്ന് പറഞ്ഞ വഴിപോക്കൻ. ആ വഴിപോക്കൻ തൻ്റെ ഗൃഹത്തെ എന്ന പോലെ ശ്രീകൃഷ്ണൻ്റെ പാദമൂലത്തെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. മുക്ത സർവ പരിക്ലേശ പാന്ധ. തൻ്റെ സഞ്ചാരം കൊണ്ട് കുറേ നടന്ന് ക്ലേശിച്ച് വരുന്ന ആ വഴിപോക്കൻ തൻ്റെ ഗൃഹത്തെത്തിയാൽ അയാൾക്ക് എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. പിന്നെ ആ വീട് വിട്ട് ഉടനെ തന്നെ പോവുമോ? ഇല്ലില്ല, അവിടെ കണ്ട് ഇരിക്കാൻ തോന്നും. ക്ലേശിച്ച് തൻ്റെ വീട്ടിലെത്തിയാലുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. കുട്ടികൾക്ക് സ്കൂൾ 2 മാസത്തേക്ക് പൂട്ടിയാലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ വീട്ടിലേക്ക് വരുന്ന ഒരു വരവുണ്ട്. ഇതുപോലെ പരിശുദ്ധമായ മനസ്സോടെയും സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിതനുമായിരിക്കുന്ന പുരുഷൻ, സഞ്ചാരം കൊണ്ട് ക്ലേശിച്ചു വരുന്ന വഴിപോക്കൻ തൻ്റെ ഗൃഹത്തെ എന്ന പോലെ കൃഷ്ണൻ്റെ പാദമൂലത്തെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. പറയുന്നതിൻ്റെ ആശയം മനസ്സിലായില്ലേ? മാലിന്യം നശിച്ച മനസ്സ് അത് ശുദ്ധമായി തീർന്നാൽ ചിലർക്ക് സംശയം ഉണ്ടാവും, തൽക്കാലം ശുദ്ധമായി വീണ്ടും പ്രശ്നം വരില്ലേ? ഇല്ല, അത് കാണിക്കുകയാണ്, വീണ്ടും പ്രശ്നം വരില്ല. ഇതുപോലെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വഴിയാത്രക്കാരൻ പല ദിക്കിലും ചുറ്റിത്തിരിഞ്ഞ് പലവിധ ക്ലേശങ്ങളും അനുഭവിച്ച് അവസാനം തൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു ആശ്വാസം നോക്കൂ. പിന്നെ ആ വീട് വിട്ട് എങ്ങോട്ടും പോവില്ല. ഇതുപോലെ മാലിന്യം നശിച്ച് മനസ്സ് ശുദ്ധമായി തീർന്നാൽ, ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഹൃദയത്തിൽ ഉറച്ചാൽ പിന്നെ അത് വിടില്ല. ആ പാതാരവിന്ദങ്ങളെ ഉപേക്ഷിക്കില്ല. ധൗതാത്മാ പുരുഷ കൃഷ്ണപാദമൂലം ന മുഞ്ചതി. ധൗതാത്മാ പുരുഷ കൃഷ്ണപാദമൂലം ന മുഞ്ചതി. ആ ഭഗവാന്റെ പാദത്തെ ഒരിക്കലും ഒഴിവാക്കില്ല. മുക്തസർവപരിക്ലേശ പാന്ധസ്വശരണം യഥാ. സ്വശരണം എന്നുള്ളതുകൊണ്ട് ഇവിടെ തനിക്ക് ശരണമായിട്ടുള്ള സ്വവസതിയെ, തൻ്റെ ഗൃഹത്തെന്ന് അർത്ഥം. യദധാതു മതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യ ധാതുഭിഃ യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തോ ജാനതേ യഥാ. എന്താണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്? യദധാതു മതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യ ധാതുഭിഃ യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തോ ജാനതേ യഥാ. ഭവന്തഃ യഥാ ജാനതേ.
യഥാ ജാനതേ യഥാർത്ഥമായി അറിയുന്നുവല്ലോ, അങ്ങ് വേണ്ടതുപോലെ അറിയുന്നുവല്ലോ. ബ്രഹ്മൻ വിളിക്കുകയാണ്, അല്ലയോ ബ്രഹ്മൻ, ബ്രഹ്മർഷേ അധാതുമതഃ അസ്യ ധാതുഭിः ദേഹാരംഭഃ യത് യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തഃ യഥാ ജാനത്തെ. അല്ലയോ ബ്രഹ്മർഷേ, ശ്രീശുക ബ്രഹ്മർഷേ, ഈ ആത്മാവിന് പഞ്ചഭൂതങ്ങളുടെ ബന്ധം ഇല്ലാതിരുന്നിട്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ദേഹം സംഭവിച്ചത് എങ്ങനെ? അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണോ? അതാണ് യദൃച്ഛയാ. അതല്ലെങ്കിൽ ഹേതുനാവാ, എന്തെങ്കിലും കാരണം കൊണ്ടാണോ സംഭവിച്ചത്? ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങേക്ക് ശരിക്കും അറിയാമല്ലോ. അതാണ് ഭവന്തോ ജാനത്തെ യഥാ, അങ്ങേക്കിത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? യത് അധാതുമതഃ, അധാതുമതഃ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പഞ്ചഭൂതങ്ങളോട് യാതൊരു സംബന്ധവും ഇല്ലാത്ത എന്നർത്ഥം. ആത്മാവിന് പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല, എന്നിട്ടും എങ്ങനെ ഈ ഒരു ദേഹം ഉണ്ടായി? യാദൃച്ഛികമായിട്ടുണ്ടായതാണോ, അതല്ല പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ഇതാണ് ചോദ്യം. പഞ്ചഭൂതങ്ങളോട് ബന്ധമില്ലാത്ത പരമാത്മാവ് യാദൃച്ഛികമായിട്ടാണോ അതോ എന്തെങ്കിലും കാരണം കൊണ്ടാണോ വിരാട് സ്വരൂപിയായി തീർന്നത്? വ്യക്തല്ലേ? ആസീത് യദുദരാത് പത്മം ലോകസംസ്ഥാനലക്ഷണം യാവാനയം വൈ പുരുഷ ഇയത്താവയവൈ പൃഥക് തവാനസാവിതി പ്രോക്തഃ സംസ്ഥാവയവാനിവ. എന്നൊരു വായിക്കാം. ആസീത് യദുദരാത് പത്മം ലോകസംസ്ഥാനലക്ഷണം യാവാനയം വൈ പുരുഷ ഇയത്താവയവൈ പൃഥക് താവാനസാവിതി പ്രോക്തഃ സംസ്ഥാവയവാനിവ. ഇവിടെ പദങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഇയത്താവയവൈഹി പൃഥക്, ഇയത്താവയവൈഹി എന്താ അപ്പം അതിൻ്റെ അർത്ഥം എന്നാണ്. ഇയത്താവയവൈഹി ഒരു പദമാണത്. ഇത്രയെന്ന് കണക്കുള്ള അവയവങ്ങളാൽ, ഇത്രയെന്ന് കണക്കുള്ള അവയവങ്ങളാൽ. യദുദരാത് ലോകസംസ്ഥാന ലക്ഷണം പത്മം ആസീത് അസൗ അയം വൈ പുരുഷഃ പൃഥക് ഇയത്താവയവൈ യാവാൻ താവാൻ സംസ്ഥാവയവാൻ ഇവ ഇതി പ്രോക്തഃ. എന്താ ചോദിക്കണത്? ഭഗവാന്റെ നാഭിയിൽ നിന്ന് പ്രപഞ്ചസ്വരൂപമായ താമരപ്പൂ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വിരാട് പുരുഷനും ജീവന്മാരെ പോലെ പാദം മുതൽ ശിരസ് വരെയുള്ള അവയവങ്ങളോട് കൂടിയവനായി പറഞ്ഞുവല്ലോ. അങ്ങനെ വരുമ്പോൾ ജീവനും ഈശ്വരനും രണ്ടുപേരും അവയവങ്ങളോട് കൂടിയവരാണെങ്കിൽ അവർക്ക് തമ്മിൽ പിന്നെ എന്തു ഭേദമാണുള്ളത്? വ്യക്തമായോ? ആരുടെ നാഭിയിൽ നിന്ന് ലോകങ്ങളുടെ ആകൃതി രൂപമായ താമരപ്പൂ ഉണ്ടായോ? വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് താമരപ്പൂ ഉണ്ടായത്. ആ താമരപ്പൂ തന്നെയാണ് പ്രപഞ്ചം. ഈശ്വരനും ഓരോരോ അവയവങ്ങളാൽ ഇത്രമാത്രമുള്ളവ അല്ലെങ്കിൽ ഇത്രമാത്രം ഉള്ളവൻ എന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇയത്താവയവൈഹി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്താണ് ഭേദം? അത് വ്യക്തമായിട്ട് അറിയണം. അത് അറിയാൻ പാകത്തിന് പറഞ്ഞു തരണേ എന്നാണ്, വർണ്ണിക്കണേ. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഈശ്വരന് ജീവനേക്കാൾ എന്ത് കേമത്വമാണുള്ളത്, എന്ത് വിശേഷമാണുള്ളത്? ഇത് വ്യക്തമാക്കണം എന്നാണ് ഇവിടെ പറയണത്. അത് ചോദിക്കുകയാണ്. അജസൃജതി ഭൂതാനി ഭൂതാത്മാ യദനുഗ്രഹാത് ദദൃശേ യേന തദ്രൂപം നാഭിപത്മസമുദ്ഭവഃ. നാഭിപത്മസമുദ്ഭവഃ, ആ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നും ഉണ്ടായതും
ഭൂതങ്ങളുടെ എല്ലാം ആത്മാവുമായ, അതാണ് ഭൂതാത്മാ യദനുഗ്രഹാത്, ഭൂതങ്ങളുടെ എല്ലാം ആത്മാവുമായ ബ്രഹ്മാവ്, ആ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതും നാഭി കമലത്തിൽ നിന്നുണ്ടായതും ഭൂതങ്ങളുടെ എല്ലാം ആത്മാവുമായ ബ്രഹ്മാവ് യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ ഈ ഭൂതങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നു. ഈ ഉണ്ടായവയൊക്കെ സൃഷ്ടിക്കുന്നു. ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ ഭഗവാനെ ദർശിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നർത്ഥം. ജീവന്മാരിൽ നിന്ന് ആ ഭഗവാന് ഈശ്വരനുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരണം എന്നാണ് സാരം. നമഃശിവായ. 10ാമത്തെ ശ്ലോകം നോക്കാം. സചാപി യത്ര പുരുഷോ വിശ്വസ്ഥിത്യുദ്ഭവാപ്യയഃ മുക്ത്വാത്മമായാം മായേശഃ ശേതേ സർവഗുഹാശയഃ. സചാപി യത്ര പുരുഷോ വിശ്വസ്ഥിത്യുദ്ഭവാപ്യയഃ മുക്ത്വാത്മമായാം മായേശഃ ശേതേ സർവഗുഹാശയഃ. എന്താ പറയണത്? സചാപി യത്ര പുരുഷഃ വിശ്വസ്ഥിത്യുദ്ഭവാപ്യയഃ, വിശ്വത്തിൻ്റെ, ലോകത്തിൻ്റെ സ്ഥിതി, ഉദ്ഭവം, നിലനിൽപ്പിനും ഉൽപ്പത്തിക്കും ഹേതുവായി സർവഗുഹാശയഃ, സകലരുടെയും ഹൃദയഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നവനുമായ മായേശഃ, മായയുടെ ഈശനായ അല്ലെങ്കിൽ മായയുടെ നായകനായിരിക്കുന്ന, മായയുടെ ഉടമയായിരിക്കുന്ന സഹപുരുഷഃ, ആ പരമപുരുഷൻ ആത്മമായ മുക്ത്വ യത്ര ശേതേ, തൻ്റെ മായയെ വിട്ടിട്ട് എവിടെയാണ് കിടക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ആരിലാണോ ഇരിക്കുന്നത്, ആ ഭഗവാൻ മായയുടെ ഈശനാണ്, സകലരുടെയും ഹൃദയ ഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നവനാണ്. ആ ഭഗവാൻ മായയെ വെടിഞ്ഞ് എവിടെയാണ് ശയിക്കുന്നത്? അതും അങ്ങ് പറഞ്ഞു തരണം. ഇതാണ് ആവശ്യപ്പെടുന്നത്. ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ, ഇതിന് കാരണഭൂതനായ ഭഗവാൻ മായയെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ സാക്ഷിഭൂതനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്? മായ ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ചോദ്യം. അടുത്ത ശ്ലോകം 11. പുരുഷാവയവൈർലോകാഃ സപാലാഃ പൂർവകൽപ്പിതാഃ ലോകൈരമുഷ്യാവയവാഃ സപാലൈരിതി ശുശ്രുമ. പുരുഷാവയവൈർലോകാഃ സപാലാഃ പൂർവകൽപ്പിതാഃ ലോകൈരമുഷ്യാവയവാഃ സപാലൈരിതി ശുശ്രുമ. എന്താ പറയണത്? ആ ഭഗവാന്റെ അവയവങ്ങളാൽ ദിക്പാലന്മാരോടുകൂടിയ ഈ ലോകം പഴയതുപോലെ കൽപ്പിതങ്ങളായെന്നും, അതല്ല ദിക്പാലന്മാരോടുകൂടിയ ലോകത്താൽ ആ പുരുഷൻ്റെ അവയവങ്ങൾ കൽപ്പിതമായെന്നും ഞങ്ങൾ കേൾക്കുന്നു. ഇതിലെ സത്യം വ്യക്തമാക്കി തരണേ. എന്താ പറയണത്? പുരുഷാവയവൈർ ലോകാഹ, വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ കൊണ്ട് ലോകപാലന്മാരോട് കൂടിയ ലോകങ്ങൾ ആദിയിൽ ഉണ്ടായെന്നും, ലോകപാലന്മാരോട് കൂടിയ ലോകങ്ങളാൽ ഈ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ ഉണ്ടായി എന്നും രണ്ടും കേട്ടിട്ടുണ്ടെന്നാണ്. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണഃ എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. അതിൻ്റെ മുമ്പ് പാതാളമേതസ്യ ഹി പാദമൂലം അങ്ങനെയും പറയുന്നുണ്ട്. ഭഗവാന്റെ പാതാളം ഭഗവാന്റെ പാദമാണെന്നും അങ്ങനെയും പറയുന്നുണ്ട്. ഇവ രണ്ടും അന്യോന്യം പൊരുത്തപ്പെടുന്നുണ്ടോ? അതാണ് ചോദ്യം. ആ ഭഗവാന്റെ അവയവങ്ങളിൽ നിന്ന് ലോകമുണ്ടായി എന്നും അങ്ങനെ പറയുന്നു. പിന്നെ ലോകത്തെ പറഞ്ഞിട്ട് ആ പാതാളം എന്ന ലോകം അത് ഭഗവാന്റെ പാദമാണെന്ന് പറയുന്നു. ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുമ്പോൾ സംശയം വരികയാണ്. സംശയത്തിനൊന്നും ആവശ്യപ്പെടില്ല, അതൊക്കെ നീ വ്യക്തമാക്കി തരും.
വിരാട് പുരുഷൻ്റെ അവയവങ്ങളെ കൊണ്ടാണ് 14 ലോകങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്നും ഒരു ദിക്കിൽ അങ്ങനെ പറയുന്നു. പിന്നെയോ മറ്റൊരു ദിക്കിൽ 14 ലോകങ്ങളാണ് വിരാട് പുരുഷൻ്റെ അവയവങ്ങളായി തീർന്നത് എന്നും പറയുന്നുവല്ലോ എന്നാണ്. അത് പരസ്പരം വിരുദ്ധമല്ലേ? ഏതാണ് ശരി എന്നാണ് ചോദ്യം. അങ്ങനെ രണ്ടില്ല എന്നർത്ഥം. ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ലോകം വേറെ ഭഗവാൻ വേറെ ഒന്നുമില്ല എന്നാണ് നീ പറയാൻ പോണത്. അതൊക്കെ നീ വിസ്തരിക്കും. അതാണ് ചോദ്യം. അങ്ങനെ പറയുമ്പം ഏതാണ് ശരി? രണ്ടും തിരിച്ചും മറിച്ചും കാണുന്നുവല്ലോ. വിളക്കിൽ ഓടിരിക്കുന്നു എന്ന് പറയും, തിരിച്ചും പറയാറുണ്ട് ഓടിൽ വിളക്കിരിക്കുന്നു, അങ്ങനെയും പറഞ്ഞൂടെ? എന്നാൽ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? ഓട് വിളക്ക് രണ്ടില്ല, ഓടേ ഉള്ളൂ. പ്രപഞ്ചത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് ചിലപ്പം പറയും, ഭഗവാനിൽ പ്രപഞ്ചം ഇരിക്കുന്നു എന്ന് ചിലപ്പം പറയും. രണ്ടും പറയാം. എന്നാൽ വാസ്തവത്തിൽ ഭഗവാനെ ശ്രദ്ധിച്ചാൽ പിന്നെ എന്തില്ല? പ്രപഞ്ചം എന്നൊന്നുമില്ല, ഭഗവാനേ ഉള്ളൂ. അതിലേക്കാണ് എത്തുന്നത്. നോക്കാം നമുക്ക് അടുത്ത ശ്ലോകം 12. യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമീയത്തെ ഭൂതഭവ്യഭവച്ഛബ്ദ ആയുർമാനം ച യത്സതഃ. യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമീയത്തെ ഭൂതഭവ്യഭവച്ഛബ്ദ ആയുർമാനം ച യത്സതഃ. യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമീയത്തെ എന്നാണ്. കൽപ്പഃ വികൽപ്പഃ വാ യാവാൻ ഭൂതഭവ്യഭവച്ഛബ്ദഃ കാലഃ സതഃ ആയുർമാനം യത് ച യഥാ അനുമീയത്തെ. എന്താ പറയേണ്ടത്? മഹാപ്രളയം എന്നും അവാന്തരപ്രളയമെന്നും പറയപ്പെടുന്നവ തമ്മിലുള്ള കാലപരിണാമം എത്രയാണ്? ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ പറയപ്പെടുന്ന കാലത്തിൻ്റെ പരിണാമവും ആയുസ്സും എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഭൂതം, ഭാവി, വർത്തമാനം ഇതൊക്കെ എങ്ങനെയാണ്? അതുപോലെ മഹാപ്രളയം, അവാന്തരപ്രളയം ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. ഇതൊക്കെ എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാലം കണക്കാക്കുന്നത്? കാലത്തിൻ്റെ കണക്ക് എത്രയാണ്? എത്ര കാലം കഴിയുമ്പോഴാണ് അവാന്തരപ്രളയം ഉണ്ടാവുക? എത്ര കാലം ചെല്ലുമ്പോഴാണ് മഹാപ്രളയം ഉണ്ടാവുക? ഭൂതം, വർത്തമാനം, ഭാവി എന്നീ കാലങ്ങളെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാലസ്യാനുഗതിർയാതു ലക്ഷ്യതേണ്വീ ബൃഹത്യപി യാവത്യകർമ്മഗതയോ യാദൃശ്യർദ്വിജസത്തമാ. കാലസ്യ അനുഗതിർയാതു, കാലസ്യ അനുഗതി യാതു, കാലസ്യ അനുഗതി, കാലത്തിൻ്റെ അനുഗതി ക്രമിക പ്രവർത്തനം. അണ്വി ബൃഹതി അപി, നിമേഷം അത് തുടങ്ങിയിട്ട് ബൃഹതി അപി സംവത്സരം, നിമേഷാദി സൂക്ഷ്മരൂപമായും ബൃഹതി എന്ന് പറഞ്ഞാൽ ബൃഹതി അപി സംവത്സരാദി വിശാല രൂപമായുണ്ടല്ലോ അത്. അതാണ് ചോദ്യം. അതൊന്ന് വിസ്തരിക്കണം. നിമേഷം മുതൽ സംവത്സരം വരെ, നിമേഷം ഏറ്റവും ചെറിയ കാലം, സംവത്സരം വലിയ കാലം, ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മവും മഹത്വമായ കാലത്തിൻ്റെ വ്യാപാരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കാലസ്വരൂപനാണ് ഭഗവാൻ. അപ്പോൾ കാലത്തെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ കാലസ്വരൂപനെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ കാലല്ലേ അറിയണുള്ളൂ, ഭഗവാൻ അറിയണില്ലല്ലോ. അപ്പോൾ കാലത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കും. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ ശ്രീശുകരെ, കർമ്മഗതിയാൽ പ്രാപ്യമായ സ്ഥാനഭേദങ്ങൾ എത്രയുണ്ട്? അതെങ്ങനെയൊക്കെയാണ്? ഏതേത് വിധത്തിലാണ്? ഇതാണ് ആ 13-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. ദേവന്മാർ, മനുഷ്യർ, ഇവരുടെയൊക്കെ ആയുസ്സിൻ്റെ കണക്ക്, കാലത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം മുതൽ വലിയ രൂപം വരെ, ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? കർമ്മങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്ന സ്ഥാനങ്ങൾ എത്ര ഉണ്ട്? അവയുടെ സ്വരൂപം എന്ത്? അതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എന്നാണ് പ്രാർത്ഥന. 14-ാമത്തെ ശ്ലോകം. യസ്മിൻ കർമ്മ സമാവായോ യഥായേനോപഗൃഹ്യത്തെ ഗുണാനാം ഗുണിനാം ചൈവ പരിണാമം അഭീപ്സതാം. യസ്മിൻ കർമ്മ സമാവായോ, യസ്മിൻ കർമ്മ സമാവായോ യഥായേനോപഗൃഹ്യത്തെ ഗുണാനാം ഗുണിനാം ചൈവ പരിണാമം അഭീപ്സതാം. അഭീപ്സതാം ഗുണിനാം ച ഏവ, ഗുണാനാം പരിണാമം അഭീപ്സതാം ഗുണിനാം ച ഏവ. സത്വാദി ഗുണങ്ങൾ, ഗുണാനാം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സത്വാദി ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളുടെ പരിണാമം. അതിനനുസരിച്ചാണ് ദേവനാണോ മനുഷ്യനാണോ അസുരനാണോ എന്നൊക്കെ കണക്കാക്കുക. അങ്ങനെയാണ് സത്വാദി ഗുണങ്ങളുടെ പരിണാമത്തെ
ആഗ്രഹിക്കുന്ന ഗുണികളായ മനുഷ്യർ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ? ഇപ്പം ദേവനാവാൻ ഇച്ഛിക്കുന്ന മനുഷ്യൻ എന്ത് കർമ്മം അനുഷ്ഠിക്കണം ആണ്. ആ കർമ്മം ആരിൽ സമർപ്പിക്കണം? ഏത് വിധത്തിലാണ് ആ കർമ്മം ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണേ എന്നാണ്. ഇതാണ് ചോദ്യം. എന്താണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയണത്? മനുഷ്യർ, ദേവന്മാർ മുതലായവരുടെ ജന്മങ്ങൾ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ ഭേദത്താലാണ് സംഭവിക്കുന്നത്. ആ ജന്മങ്ങളെ ആഗ്രഹിക്കുന്ന ജീവന്മാർ ഇപ്പം ദേവനാവണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്? ഇന്ന കർമ്മങ്ങൾ ചെയ്യുമ്പം ഇന്ന രൂപത്തെ പ്രാപിക്കുന്നു. അത് എന്ത് കർമ്മത്തിന് എന്ത് രൂപം ആണ്? ഇതൊക്കെയാണ് ചോദ്യം. 15-ാമത്തെ ശ്ലോകം. ഭൂപാതാളകഗുവ്യോമഗ്രഹ നക്ഷത്ര ഭൂഭൃതാം സരിത്സമുദ്രദ്വീപാനാം സംഭവശ്ചൈതതോഗസാം. ഭൂപാതാളകഗുവ്യോമഗ്രഹ നക്ഷത്ര ഭൂഭൃതാം. ഭൂമി, പാതാളം, കഗുബ് ദിക്കുകൾ, വ്യോമ ആകാശം, ഗ്രഹനക്ഷത്ര ഭൂഭൃതാം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെയും സരിത്സമുദ്രദ്വീപാനാം നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ എന്നിവയുടെയും ഏതതോകസാം ച സംഭവ. ഇതിൻ്റെയൊക്കെ അവിടെയുള്ള ജീവികളുടെയൊക്കെ പ്രാണികളുടെയൊക്കെ ഉദ്ഭവം എങ്ങനെയാണ്? ഭൂമി, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, ജലാശയങ്ങൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ, അവയൊക്കെയുള്ള പ്രാണികൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ജീവന്മാരുടെ ഉൽപ്പത്തി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി 16, 17, 18 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് കാണാം. പ്രമാണമണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദതഃ മഹതാം ചാനുചരിതം വർണ്ണാശ്രമവിനിശ്ചയഃ യുഗാനി യുഗമാനം ച ധർമ്മോ യശ്ച യുഗേ യുഗേ അവതാരാനുചരിതം യദാശ്ചര്യതമം ഹരേഃ നൃണാം സാധാരണോ ധർമ്മഃ സവിശേഷശ്ച യാദൃശഃ ശ്രേണീനാം രാജർഷീണാം ച ധർമ്മഃ കൃച്ഛ്രേഷു ജീവതാം. എന്താ പറയണത്? പ്രമാണമണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദതഃ. അണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദതഃ പ്രമാണം. ബ്രഹ്മാണ്ഡകടാഹത്തിൻ്റെ എന്താണ്? ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ ബാഹ്യാഭ്യന്തരഭേദതഃ പുറവും അകവും തമ്മിലുള്ള ഭേദമനുസരിച്ചുള്ള പരിണാമം, അകത്തും പുറത്തുമുള്ള വ്യത്യാസം നിമിത്തമുള്ള അളവ്, അതുപോലെ മഹാത്മാക്കളുടെ മഹാപുരുഷന്മാരുടെ ചരിത്രം, മഹതാം ച അനുചരിതം. പിന്നെയോ വർണ്ണാശ്രമ വിനിശ്ചയ, വർണ്ണാശ്രമങ്ങളുടെ നിശ്ചയം, അതിനെ പറ്റിയിട്ടുള്ള വർണ്ണത്തെ പറ്റി ആശ്രമത്തെ പറ്റിയൊക്കെ വിസ്തരിക്കണം. യുഗാനി യുഗമാനം ച ധർമ്മോ യശ്ച യുഗേ യുഗേ. യുഗങ്ങളുടെ കണക്ക്, ഓരോ യുഗത്തിലുള്ള ധർമ്മത്തിൻ്റെ പ്രത്യേകത, ധർമ്മവിശേഷം. അവതാരാനുചരിതം, ആ ഭഗവാന്റെ ആശ്ചര്യകരമായ അവതാര ചരിത്രം. യഥാശ്ചര്യതമം ഹരേഃ നൃണാം സാധാരണോ ധർമ്മഃ. സാധാരണമായിട്ടുള്ള മനുഷ്യരുടെ ധർമ്മങ്ങൾ, സാമാന്യധർമ്മങ്ങൾ. പിന്നെയോ സവിശേഷശ്ച യാദൃശഃ, വിശേഷപ്പെട്ട ധർമ്മങ്ങൾ. പിന്നെയോ ശ്രേണീനാം രാജർഷീണാം ച ധർമ്മഃ കൃച്ഛ്രേഷു ജീവതാം. ഓരോരോ വ്യാപാരത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഓരോരോ വർണ്ണക്കാരുടെ ധർമ്മങ്ങൾ. രാജാവിൻ്റെ ധർമ്മം, പിന്നെ ആപദ്ധർമ്മം, ആപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട ധർമ്മം. ഇതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയണം. ബ്രഹ്മാണ്ഡത്തിൻ്റെ പുറമേയുള്ള വലിപ്പം എത്രയാണ്, അകത്തുള്ള വലിപ്പം എത്രയാണ്, അതുപോലെ മഹാത്മാക്കളുടെ ചരിത്രം പറയണം. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും സ്വരൂപം എന്താണ്, ഭഗവാന്റെ ലീലകൾ വിസ്തരിക്കണം. ഓരോ യുഗങ്ങളുടെയും കണക്കെത്രയാണ്, ഓരോ യുഗത്തിലെയും ധർമ്മത്തിൻ്റെ സ്വരൂപം എന്താണ്, മനുഷ്യൻ്റെ സാമാന്യധർമ്മം എന്താണ്, വിശേഷമായിട്ടുള്ള ധർമ്മം എന്താണ്, ഓരോരോ പ്രവൃത്തിയിലേർപ്പെട്ട് ഓരോ കർമ്മമണ്ഡലത്തിൽ കഴിയുന്ന സമയത്ത് അവരനുഷ്ഠിക്കേണ്ട ധർമ്മം എന്താണ്, രാജർഷിമാരുടെ ധർമ്മം എന്താണ്, ആപത്തിൽപ്പെട്ടവരനുഷ്ഠിക്കേണ്ട ധർമ്മം എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിസ്തരിച്ച് പറയണേ. അതാണ്
19ാമത്തെ ശ്ലോകത്തിൽ തത്വാനാം പരിസംഖ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷാരാധന വിധിർയോഗസ്യ ആധ്യാത്മികസ്യ ച. തത്വാനാം പരിസംഖ്യാനം, തത്വാനാം പരിസംഖ്യാനം, തത്വാനാം പരിസംഖ്യാനം, തത്വങ്ങളുടെ കണക്കും എന്ന് പറഞ്ഞാൽ അവിടെ താല്പര്യം പ്രകൃതി തത്വങ്ങളുടെ കണക്ക്. പ്രകൃതി മുതലായ തത്വങ്ങളുടെ കണക്ക് എത്ര ആണ്. പിന്നെയോ ലക്ഷണം ഹേതുലക്ഷണം, അവയുടെ ലക്ഷണം അത് പറയണം. ഓരോ കാര്യത്തിൻ്റെയും കാരണമായി ഭവിച്ചവയുടെ സ്വരൂപം ആണ്. അവയുടെ ലക്ഷണം പറയണം. കാര്യകാരണ ലക്ഷണം പറയണം. ഈശ്വരനെ പൂജിക്കാനുള്ള വിധി പുരുഷാരാധന വിധി ആണ്. പിന്നെയോ യോഗസ്യാധ്യാത്മികസ്യ ച. പിന്നെ പറയേണ്ടത് എന്താണ്? യോഗസ്യ ആധ്യാത്മികസ്യ ച. ആധ്യാത്മികസ്യ യോഗസ്യ ച. ആധ്യാത്മികസ്യ അധ്യാത്മജ്ഞാനപരമായ യോഗസ്യ അഷ്ടാംഗയോഗത്തിൻ്റെ അനുഷ്ഠാനപ്രകാരം അത് വർണ്ണിക്കണം. പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ അറിയാനുള്ള യോഗവിധി എപ്രകാരമാണോ അത് പറയണം. അഷ്ടാംഗയോഗത്തെപ്പറ്റി വിസ്തരിക്കണമെന്ന് താല്പര്യം. അതാണ് ആ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാര്യസ്വരൂപേണ പരിണമിച്ച തത്വങ്ങളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാണ്, അതുപോലെ ഈശ്വരനെ പൂജിക്കാനുള്ള വിധി എന്താണ്, അധ്യാത്മസാധന ആണ്, ആ ആധ്യാത്മിക യോഗത്തിൻ്റെ സ്വരൂപം എന്താണ്, അതൊക്കെ ഒന്ന് വിസ്തരിക്കണം. ഇനിയുള്ള അധ്യായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെയുള്ള ഉത്തരമാണ് വിസ്തരിച്ച് ശ്രീശുവർ പറഞ്ഞു കൊടുക്കുന്നത്. യോഗേശ്വരൈശ്വര്യഗതി ലിംഗഭംഗസ്തു യോഗിനാം വേദോപവേദധർമാണാം ഇതിഹാസപുരാണയോ. എന്താ പറയണത്? യോഗേശ്വര ഐശ്വര്യഗതി, യോഗേശ്വരന്മാർക്ക് ലഭിക്കുന്ന ഗതി, അണിമാതി സിദ്ധികൾ, അണിമ, ഗരിമ, മഹിമ, ഇങ്ങനെയുള്ള സിദ്ധികളുണ്ട്. ആ സിദ്ധികളെക്കുറിച്ച്, അണിമ മുതലായ ഐശ്വര്യങ്ങളെക്കുറിച്ച്, അതുപോലെ അവരുടെ ഗതി, അവരുടെ മുക്തിയെക്കുറിച്ചും, അവരുടെ ലിംഗഭംഗസ്തു യോഗിനാം, അവരുടെ ശരീരനാശത്തെക്കുറിച്ചും, വേദോപവേദധർമാണാം ഇതിഹാസ പുരാണയോഹോ, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതിൻ്റെയൊക്കെ സ്വഭാവം, ഇവയുടെയൊക്കെ സ്വരൂപം വർണ്ണിക്കണം എന്നാണ്. യോഗീശ്വരന്മാർക്ക് സിദ്ധിക്കുന്ന അണിമ മുതലായ ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ്, യോഗീശ്വരന്മാരുടെ മരണാനന്തര ഗതി എന്താണ്, ദേഹം ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുന്നത് അവർക്ക്, യോഗികൾ എങ്ങനെയാണ് അവർ ശരീരം ഉപേക്ഷിക്കുന്നത്, പിന്നെ വേദങ്ങളെപ്പറ്റി, ഉപവേദങ്ങളെപ്പറ്റി, ധർമ്മശാസ്ത്രങ്ങളെപ്പറ്റി, ഇതിഹാസങ്ങളെപ്പറ്റി, പുരാണങ്ങളെപ്പറ്റി അതൊക്കെ ഒന്ന് വിസ്തരിക്കണം. ഇതാണ് ചോദ്യം. 21 സംപ്ലവ സർവഭൂതാനാം വിക്രമപ്രതിസംക്രമ ഇഷ്ടാപൂർത്തസ്യ കാമ്യാനാം ത്രിവർഗസ്യ ച യോ വിധി. സംപ്ലവ സർവഭൂതാനാം സംപ്ലവ, സമസ്ത ജീവികൾക്കും സംപ്ലവ പ്രളയം, അവാന്തര പ്രളയം, സകല ഭൂതങ്ങളുടെയും ഉൽപ്പത്തി, സ്ഥിതി, ലയം. വിക്രമ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിതി എന്നർത്ഥം. പല രീതിയിൽ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഉൽപ്പത്തി, സ്ഥിതി, ലയം തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വിക്രമ പറഞ്ഞാൽ സുസ്ഥിതി, പ്രതിസംക്രമ മഹാപ്രളയം. അപ്പോൾ ഉൽപ്പത്തി, സ്ഥിതി, ലയം, ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയവും അതിൻ്റെ സമ്പ്രദായം വർണ്ണിക്കണം. വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇഷ്ടം എന്ന കർമ്മം, അതുപോലെ പൂർത്തം എന്ന കർമ്മം, അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇഷ്ടകർമ്മങ്ങൾ എന്താണ്, പൂർത്തകർമ്മങ്ങൾ, അതൊക്കെ ഒന്ന് വിസ്തരിക്കണം. കാമ്യകർമ്മങ്ങളായ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നിവയും അനുഷ്ഠിക്കാനുള്ള ആ വിധി അത് വർണ്ണിക്കണം. ഇതിൻ്റെയൊക്കെ ഉത്തരം പറയും, അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. ഇപ്പോൾ ചോദ്യം മാത്രമേ പറയുന്നുള്ളൂ, ഭാഗവത്തിലുള്ളത് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇനി അങ്ങോട്ട് ഇതൊക്കെ വിസ്തരിക്കുന്നുണ്ട് ഭാഗവത്തിൽ. എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി, നിലനിൽപ്പ്, ലയം, ഇതിൻ്റെ സമ്പ്രദായം എന്താണ്, വൈദിക കർമ്മങ്ങളുടെയും അതുപോലെ ലോകോപകാര കർമ്മങ്ങളുടെയും, അതാണ് ഇഷ്ടം, പൂർത്തം, വൈദിക കർമ്മങ്ങളുടെയും പിന്നെ ലോകോപകാര പ്രവൃത്തികളുടെയും അനുഷ്ഠാന സമ്പ്രദായം എന്താണ്, ധർമാർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനുള്ള വിധി എന്താണ്, അതൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് 22, 23, 24. യശ്ചാനുശായിനാം സ്വർഗഃ
പാഖണ്ഡസ്യ ച സംഭവഃ ആത്മനോ ബന്ധമോക്ഷൗ ച വ്യവസ്ഥാനം സ്വരൂപതഃ യഥാത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യാത്മമായയാ വിസൃജ്യ വാ യഥാ മായാമുദാസ്തേ സാക്ഷിവദ് വിഭുഃ സർവമേതच्च ഭഗവൻ പൃച്ഛതേ മേനു പൂർവശഃ തത്വതോർഹസ്യുദാഹർത്തും പ്രപന്നായ മഹാമുനേ. എന്താ പറയുന്നത്? യശ്ചാനുശായിനാം സർഗഃ പാഖണ്ഡസ്യ ച സംഭവഃ അനുശായിനാം സർഗഃ ച. മുജ്ജന്മകർമ്മത്തിൻ്റെ അവശേഷിപ്പുമായി പരലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ജീവന്മാരുടെ ഉൽപ്പത്തി. പാഖണ്ഡസ്യ ച സംഭവഃ പാഖണ്ഡധർമ്മത്തിൻ്റെ ഉൽപ്പത്തി. എങ്ങനെയാണ് ഈ പാഖണ്ഡം ഉണ്ടായത്? വേദവിരുദ്ധമായ കർമ്മങ്ങൾ എങ്ങനെ ഉണ്ടായി? ജീവൻ്റെ ബന്ധം മോക്ഷം, ആത്മനോബന്ധമോക്ഷവും ച ജീവൻ്റെ ബന്ധവും മോക്ഷവും എങ്ങനെയാണ് സംഭവിക്കുന്നത്? മുക്തി പ്രാപിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? സ്വതന്ത്രനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഏത് വിധത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ കളിക്കുന്നത്? ഭഗവാന്റെ ലീലകൾ എന്നർത്ഥം. അതുപോലെ പ്രളയസമയത്ത് മായയെ ഉപേക്ഷിച്ച് ഭഗവാൻ സാക്ഷി മാത്രനായിരിക്കുന്നത് എങ്ങനെ? അല്ലയോ മഹാമുനെ, അങ്ങയെ ശരണം പ്രാപിച്ചും കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അങ്ങ് തരണം. ക്രമത്തിൽ പറഞ്ഞു തരണം. പരീക്ഷത്ത് ആവശ്യപ്പെടുകയാണ്. ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പരീക്ഷത്തിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നും അറിയാത്ത ആളല്ല പരീക്ഷത്ത്. കാര്യങ്ങളൊക്കെ ബുദ്ധിതലത്തിലുണ്ട്. ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലാണ് കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. അനുഭവത്തിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട് അനുഭൂതി രസികനായിട്ടുള്ള ശ്രീശുകരുടെ ആ വാക്ക് കേൾക്കുമ്പോൾ പരീക്ഷത്തിന് അത് അനുഭവത്തിലും വരികയാണ്. ഇതാണ് ഭാഗവതം. ഇതാണ് ചോദിക്കുന്നത്. ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയെപ്പറ്റി, നിലനിൽപ്പിനെപ്പറ്റി, ലയത്തെപ്പറ്റി, വൈദിക കർമ്മങ്ങളുടെയും അതുപോലെ പരോപകാര പ്രവൃത്തികളുടെയും അനുഷ്ഠാന സമ്പ്രദായം എന്താണ്? അതുപോലെ ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിക്കാനുള്ള വിധി എന്താണ്? അതുപോലെ പുണ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പുണ്യകർമ്മഫലം അനുഭവിച്ചതിന് ശേഷം ആ ഒരു സുഖം അനുഭവിച്ചതിന് ശേഷം സ്വർഗം എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മത്തിൻ്റെ പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക, സുഖമായിട്ടിരിക്കുക. അതിനുശേഷം ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? പിന്നെ പാഖണ്ഡധർമ്മം എന്ന് പറഞ്ഞാൽ വേദവിരുദ്ധ ധർമ്മം അതെങ്ങനെ ഉണ്ടായി ഇവിടെ? ഈ ജീവന് ശരീരവുമായിട്ട് ബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ശരീരമായിട്ട് മാത്രമല്ല, പ്രപഞ്ചമായിട്ട് ബന്ധം എങ്ങനെ ഉണ്ടാവുന്നു? ഇനി എങ്ങനെയാണ് ആ ബന്ധം ഇല്ലാണ്ടാവുക? അതാണ് മോക്ഷം. ജീവൻ മുക്തൻ്റെ ഒരു രീതി എന്താണ്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നൊക്കെ അർജുനൻ ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ മുത്തശ്ശൻ പണ്ട് ഗീതയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവൻ മുക്തൻ എങ്ങനെയായിരിക്കും? പിന്നെ ആ സ്വതന്ത്രനായ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന ലീലകളെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവസാനം മായയൊക്കെ മാറ്റി നിർത്തി എല്ലാത്തിനും സാക്ഷിയായിട്ട് ഭഗവാൻ സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ചോദ്യം. അത്ര പ്രമാണം ഹി ഭവാൻ പരമേഷ്ഠീ യഥാത്മഭൂ പരേചേഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജൈ കൃതം. അല്ലയോ മഹാത്മാവേ, ഭഗവൻ, അല്ലയോ സർവജ്ഞ, അത്ര പ്രമാണം ഹി ഭവാൻ, ഭവാൻ ഹി അങ്ങ് മാത്രമാണ്, ആത്മഭൂഹു പരമേഷ്ഠി സ്വയംഭൂവായ പരമേഷ്ഠി ബ്രഹ്മാവ്, യഥാ ഏതുപോലെയോ അതുപോലെ, അത്ര പ്രമാണം ഈ വിഷയത്തിൽ നല്ല ജ്ഞാനമുള്ളവൻ. ഭവാൻ ഹി ആണ്, അങ്ങ് മാത്രമാണ്. അല്ലയോ ശ്രീശുക ബ്രഹ്മഋഷേ, അങ്ങേക്കിത് വ്യക്തമായിട്ടറിയാം. ആ ഭഗവാനിൽ നിന്നുണ്ടായ ബ്രഹ്മാവെന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ബ്രഹ്മാവിനെ പോലെ നന്നായി അറിയുന്ന ആളാണ് അങ്ങും. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? വിസ്തരിച്ച് പറയണം. പരേച്ച ഇഹ പൂർവേഷാം പൂർവജൈഹി കൃതം അനുതിഷ്ഠന്തി. അങ്ങയെ കൂടാതെ ഇവിടെ മറ്റുള്ളവർ പുരാതന കാലത്തുണ്ടായിരുന്നവരുടെ പൂർവികന്മാർ ചെയ്തതിനെ ആശ്രയിച്ച് ചെയ്യുന്നവർ മാത്രമല്ലാതെ ഒന്നും ശരിയായിട്ട് അറിഞ്ഞവരല്ല എന്നൊരു ധ്വനി.
അതാണ് പരേചേഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജൈഹി കൃതം. ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസനും വ്യാസൻ അങ്ങേക്കും ഉപദേശിച്ച് തന്നതിനാൽ ശരിയായ ജ്ഞാനം കിട്ടിയവരാണ് നിങ്ങൾ എന്നാണ്. ശ്രീശുകരും വ്യാസരും ഒക്കെ. കാരണം ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു, ബ്രഹ്മാവ് നേരിട്ട് നാരദർക്ക് ഉപദേശിച്ചു, നാരദർ നേരിട്ട് വ്യാസന് ഉപദേശിച്ചു, വ്യാസർ നേരിട്ട് ശ്രീശുകർക്ക് ഉപദേശിച്ചു, ശ്രീശുകർ നേരിട്ട് ഇതാ പരീക്ഷത്തിന് ഉപദേശിക്കുകയാണ്. അതാണ് അങ്ങനെ പറയാൻ കാരണം. പരയച്ച മറ്റുള്ളവരാകട്ടെ, ഇഹ ഇവിടെ പൂർവേഷാം പൂർവജൈഹി കൃതം അനുതിഷ്ഠന്തി ആണ്. അവർ മുമ്പുള്ളവർക്കും മുമ്പ് ജനിച്ചവരാൽ ചെയ്യപ്പെട്ടതിനെ അങ്ങനെ അനുവർത്തിക്കുന്നു എന്നേ ഉള്ളൂ എന്നർത്ഥം. ശ്രീശുകർക്ക് ബ്രഹ്മാവിനെ പോലെ സ്വാനുഭവജ്ഞാനവും ബ്രഹ്മനാരദ വ്യാസാനുക്രമത്തിൽ സമ്പ്രദായഗതമായ ജ്ഞാനവും ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. മറ്റുള്ളവരോ ഗതാനുഗതികന്മാരാണ്. അവരങ്ങനെ കേട്ടത് പറയുക, അവരങ്ങനെ കിട്ടിയത് പറയുക എന്നല്ലാതെ സ്വാനുഭവവും നല്ലൊരു സമ്പ്രദായവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം. അതാണ് ഇവിടെ പറയണത്. അത്ര പ്രമാണം ഹി ഭവാൻ പരമേഷ്ഠി യഥാത്മഭൂ പരേചേഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജൈഹി കൃതം. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തരാൻ അങ്ങേക്ക് ദയുണ്ടാവണം. ഞാൻ അങ്ങയെ സർവാത്മന ആശ്രയിക്കുകയാണ്. അങ്ങ് ബ്രഹ്മദേവനെ പോലെ തന്നെ എനിക്ക് ബഹുമാന്യനാണ്. അങ്ങയുടെ വാക്ക് എനിക്ക് പ്രമാണമാണ്. ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണല്ലോ ഈ ജ്ഞാനം ലോകത്തിന് പ്രചരിച്ച് വരുന്നത്. അങ്ങനെ തൻ്റെ ഗുരുനാഥനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചും കൊണ്ട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. നമേ അസവപ്പരായന്തി ബ്രഹ്മന്നനശനാദമീ പിബതോച്യുത പീയൂഷമന്യത്ര കുപിതാത് ദ്വിജാത്. അല്ലയോ ബ്രഹ്മർഷേ, അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്ന് ഒഴുകുന്ന ആ ഭഗവാന്റെ മഹിമയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സ്, എൻ്റെ പ്രാണങ്ങൾ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഒട്ടും വിഷമിക്കുന്നില്ല. നമേ അസവപ്പരായന്തി എന്നാണ്. നമേ അസവഹ. അസവഹ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ അല്ലെ പ്രാണചേതനകൾ. കുപിതാത് ദ്വിജാത് അന്യത്ര. കുപിതനായ ബ്രാഹ്മണനെ ഒഴിച്ച് വേറെ ഒന്നിനാലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും അതാണ് അനശനാത് എന്ന പരായന്തി, വ്യാകുലീഭവിക്കുന്നില്ല. ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപ അച്യുത പീയൂഷം പിബതഃ മേ അമീ എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തിയാവുന്ന ആ അമൃത് കുടിച്ചിട്ട് എനിക്കിപ്പോൾ എന്തില്ല, എനിക്ക് ദാഹവും വിശപ്പും ഇല്ല. അങ്ങത് വിസ്തരിച്ച് പറയണം. എനിക്ക് ദാഹിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് കരുതിയിട്ട് അങ്ങ് ചുരുക്കി പറയരുതേ. ആഹാരവും ജലപാനവും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങയുടെ മുഖത്തിലൂടെ ഒഴുകി വരുന്ന ഭഗവത് കഥാമൃതം ചെവിയിലൂടെ കുടിച്ച് എനിക്ക് ലേശം പോലും ക്ഷീണം തോന്നുന്നില്ല. ഹൃദയത്തിന് ക്ഷീണമില്ല. ഇങ്ങനെ പരീക്ഷിച്ച് അപേക്ഷിക്കുകയാണ് ശ്രീശുകരോട്. അപ്പോൾ ശ്രീശുകർ എന്ത് ചെയ്തു? സൂതൻ പറയാണ്. സൂത ഉവാച സ ഉപാമന്ത്രിതോ രാജ്ഞാ കഥായാമിതി സത്പതേഃ ബ്രഹ്മരാതോ ഭൃശം പ്രീതോ വിഷ്ണുരാതേന സംസദി. ബ്രഹ്മരാതൻ വിഷ്ണുരാതൻ, ഭംഗിയിലാണ് പ്രയോഗം. ബ്രഹ്മരാതൻ വിഷ്ണുരാതൻ. വിഷ്ണുരാതൻ പരീക്ഷത്ത്, ബ്രഹ്മരാതൻ ശ്രീശുകർ. ഇപ്രകാരം സജ്ജനങ്ങളുടെ പാലകനായ ഭഗവാന്റെ കഥ പറയാൻ വിഷ്ണുരാതനായ പരീക്ഷത്ത് സദസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മരാതനായ ആ ശ്രീശുക ബ്രഹ്മഋഷി അത്യന്തം സന്തുഷ്ടനായി എന്നാണ് പറഞ്ഞത്. ബ്രഹ്മരാതൻ വിഷ്ണുരാതൻ. വിഷ്ണു തന്നെ ബ്രഹ്മം. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെ. പരീക്ഷത്തിൻ്റെ ആ ശ്രദ്ധ കണ്ടപ്പോൾ ശ്രീശുകരിത പറയാൻ പുറപ്പെടുകയാണ്. ശ്രീശുക ബ്രഹ്മഋഷിക്ക് വലിയ സന്തോഷം തോന്നി. ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന് ഉപദേശിച്ചതും തനിക്ക് പരമ്പരയായിട്ട് കിട്ടിയതും വേദത്തിന് തുല്യവുമായ ഭാഗവതം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു. പാണ്ഡവരുടെ പൗത്രനായ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ക്രമത്തിൽ മറുപടി പറയാൻ ആരംഭിച്ചു ശ്രീശുകർ.
പ്രാഹഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ യദ്യത് പരീക്ഷിദൃഷഭഃ പാണ്ഡൂനാമനുപൃച്ഛതി ആനുപൂർവേണ തത്സർവം ആഖ്യാതും ഉപചക്രമേ. ബ്രഹ്മകൽപ്പേ ഉപാഗതേ ബ്രഹ്മണേ ഭഗവത് പ്രോക്തം. ബ്രഹ്മകൽപ്പം സമാഗതമായ സമയത്ത് ബ്രഹ്മാവിനായിക്കൊണ്ട് ആ വിഷ്ണു ഭഗവാൻ ഉപദേശിച്ച ബ്രഹ്മസംഹിതം വേദതുല്യമായ ഭാഗവതം നാമ പുരാണം പ്രാഹ. ഭാഗവതം എന്ന പേരോടുകൂടിയ ഈ പുരാണത്തെ സവിസ്തരം ഉപദേശിച്ചു. പാണ്ഡൂനാം ഋഷഭഃ പാണ്ഡുവംശജന്മാരിൽ ശ്രേഷ്ഠനായ പരീക്ഷിത്ത് രാജാവ് യത് അനുപൃച്ഛതി എന്തൊക്കെ ചോദിച്ചുവോ തത് സർവം അത് മുഴുവനും ആനുപൂർവീണ ചോദിച്ചതിനനുസരിച്ച് ആഖ്യാതും ഉപചക്രമേ പറയാൻ ആരംഭിച്ചു. ബ്രഹ്മകൽപ്പത്തിൻ്റെ ആരംഭകാലത്ത് വേദതുല്യവും ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസർക്കും വ്യാസര ശ്രീശുകനും ഉപദേശിച്ച ആ ഭാഗവതമാകുന്ന ആ പുരാണത്തെ പരീക്ഷിത്ത് രാജാവിന് വേണ്ടി ശ്രീശുക ബ്രഹ്മർഷി സദസ്സിൽ വെച്ച് വിസ്തരിച്ച് പറഞ്ഞു. പരീക്ഷിത്ത് എങ്ങനെയുള്ള ആളാണ്? പാണ്ഡുവംശത്തിൽ ജനിച്ചവരിൽ കേമൻ. അദ്ദേഹം ഏതൊരു വിഷയത്തെപ്പറ്റി ചോദിച്ചുവോ അവയൊക്കെ ക്രമത്തിൽ പറയാൻ ആരംഭിച്ചു ശ്രീശുക ബ്രഹ്മർഷി. ഇങ്ങനെയാണ് 8ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ചുരുക്കം നമ്മൾ കണ്ടല്ലോ. സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ, ആദിനാരായണൻ ബ്രഹ്മാവിന് ഉപദേശിച്ച ഭാഗവത മഹാപുരാണം എന്ന ഈ സംഹിത, ഈ ഒരു ഗ്രന്ഥം ബ്രഹ്മാവ് നാരദനും നാരദൻ വ്യാസർക്കും വ്യാസർ ശ്രീശുകനും ഉപദേശിച്ചു. അതിപ്പോൾ ആസന്ന മൃത്യുവായി ഇനി 7 ദിവസം കഴിഞ്ഞാൽ മരിക്കുകയാണ് പരീക്ഷിത്ത്. എല്ലാം വിട്ട് സർവ്വസംഘ പരിത്യാഗം ചെയ്ത് സദ്ഗുരുനാഥനെ ആശ്രയിച്ച ജിജ്ഞാസുവായിട്ടുള്ള ആ ശിഷ്യന് ശ്രീശുകരത ഉപദേശിക്കാൻ പോവുകയാണ്. രാജാവ് ഇതുവരെയായിട്ട് പല കഥകളും കേട്ടിട്ടുണ്ട്. ശ്രീശുകരുടെ മുഖത്തുനിന്നും കേട്ടു, അതിന് മുമ്പ് പണ്ട് തൻ്റെ പൂർവികന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ടാവണം. അങ്ങനെ കേട്ട സമയത്തുള്ള ചില ശങ്കകൾ, സന്ദേഹങ്ങൾ അത് തീർത്തു തരാൻ ശ്രീശുക ബ്രഹ്മർഷിയോട് അപേക്ഷിക്കുകയാണ്. തനിക്കറിയണമെന്ന ആഗ്രഹമുള്ള ആ തത്വം, പരമതത്വത്തെ, ആ രഹസ്യത്തെ, ആധ്യാത്മിക വിദ്യയെ എനിക്ക് ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പ്രധാനം. അധ്യാത്മവിദ്യ അത് ഉപദേശിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയിപ്പം ശ്രീശുകർ മറുപടി പറയുകയാണ്, ചോദിച്ചതിനനുസരിച്ചുള്ള മറുപടി. ചതുശ്ലോകി ഭാഗവതാണ് ഇനി അടുത്ത അധ്യായം, 9ാമത്തെ അധ്യായം. ഈ ഒരു അധ്യായം ഭഗവാന്റെ പദാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം 2ാം സ്കന്ധേ പ്രശ്നവിധിർനാമാഷ്ടമോऽധ്യായഃ. ശ്രീഹരയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.